എല്ലാ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് 85 രൂപ വിലയുള്ള സ്റ്റീൽ സിറ്റി സെക്യൂരിറ്റീസ് എന്ന ഷെയറിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നതാണ് സ്റ്റീൽ സിറ്റി സെക്യൂരിറ്റീസ് എന്ന ഷെയറിൻ്റെ ഒരു വീക്കിലി ചാർട്ട് വ്യൂ ആണ് നമ്മൾ മുമ്പിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കതിൻ്റെ ഹിസ്റ്റോറിക്കൽ ചാർട്ട് വ്യൂ ഒന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് ലിസ്റ്റിംഗ് ചെയ്ത അവിടെ നിന്ന് ഷെയർ നല്ല രീതിയിൽ താഴ്ന്നു കേട്ടോ. ഇവിടെ നിന്ന് ലിസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ താഴ്ന്നു. അവിടെ നിന്ന് ഒരു കൺസോളിഡേഷൻ വളരെ നാൾ ഒരു റേഞ്ചിൽ കിടന്നു ട്രേഡ് ചെയ്തു. അതിനുശേഷം ആ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തു ഇവിടെ നിന്ന്. അതവിടെയാണ് നന്നായിട്ട് കയറിപ്പോയി. അതിനുശേഷം അത് വീണ്ടും വളരെ നാൾ ഇവിടെ വീണ്ടും ഒരു കൺസോളിഡേഷൻ ഏരിയ, അതായത് ഒരു റേഞ്ചിനുള്ളിൽ തന്നെ കിടന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ ഇവിടെ നമ്മൾ നോക്കിയാൽ ആ റേഞ്ച് ഇവിടെ ഏകദേശം ബ്രേക്ക് ഔട്ട് ചെയ്തു. നമ്മൾ ചാർട്ടിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് ആ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തു. ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് കയറാനായിട്ട് പോലെ ചെറുതായിട്ടൊന്ന് സ്ലിപ്പ് ചെയ്ത് വീണു. നമ്മൾ പറയില്ലേ, സ്ലിപ്പ് ചെയ്തൊന്ന് തെന്നി വീണു. വളരെ പരിക്കുകളൊന്നുമില്ല. അതുകൂടാതെ വീണ്ടും വലിയ ക്യാൻഡിൽ, വലിയ റെഡ് ക്യാൻഡിൽ, വലിയ ഗ്രീൻ ക്യാൻഡിൽ വിത്ത് വോളിയത്തോടുകൂടി കയറാനായിട്ട് വീണ്ടും രണ്ടാമത്തെ അറ്റംപ്റ്റിൽ നിൽക്കുകയാണത്. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു കറണ്ട് പൊസിഷനിൽ നമുക്കൊരു ബൈ എൻട്രി ഇതിൽ പോസിബിൾ ആണെങ്കിൽ നമ്മൾ എവിടെ വരെ പോകും, എവിടെയാണ് അതിൻ്റെ റിസ്ക് റേഞ്ച് എന്നുള്ളത് നമ്മൊന്ന് അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. നമുക്കിതിൽ രണ്ട് രീതിയിൽ നമുക്കൊരു റിസ്ക് റേഞ്ച് നമുക്കിതിൽ മെൻഷൻ ചെയ്യാവുന്നതുണ്ട്. രണ്ട് രീതിയിൽ. ഒന്നാമത്തെ രീതി എന്ന് വെച്ചാൽ ഇവിടെ ചെറിയ രീതിയിലൊരു കൺസോളിഡേഷൻ ഏരിയ വന്നിട്ടുണ്ട്. ഈ ഏരിയ അതായത് ഏകദേശം ഒരു 72 ഈ ഏരിയ. അപ്പോൾ ഈ ഏരിയയുടെ നല്ലൊരു സപ്പോർട്ട് ഇപ്പോൾ കാണുന്നത് ഒരു വീക്കിലി ക്യാൻഡിൽ ഒരു 6 ക്യാൻഡിലോ 7 ക്യാൻഡിലോ ഇവിടെ സപ്പോർട്ട് നിന്നിട്ട് ഇതിന് താഴെ ക്ലോസിങ് വന്നിട്ടില്ല. ലോ വന്ന് ഇവിടെ വരണം, പക്ഷെ ക്ലോസിങ് വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്കൊരു സപ്പോർട്ട് പോയിന്റ് ഇതിൽ കാണുന്നുണ്ട്. അതുകൂടാതെ അടുത്ത ഒരു റേഞ്ച് സപ്പോർട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഇടേണ്ട ഒരു റേഞ്ച് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് കൊടുക്കണ്ട, ഈ ട്രെൻഡ് ലൈൻ. അപ്പോൾ ഈ ട്രെൻഡ് ലൈനെ നമുക്ക് വീണ്ടും ഒരു സപ്പോർട്ട് പോയിന്റ് ആയിട്ട് എടുക്കുക. അതായത് ഈ ട്രെൻഡ് ലൈന് താഴെ എപ്പോൾ ക്ലോസ് ആകുന്നു അപ്പോൾ നമുക്ക് വിറ്റുമാറാവുന്ന രീതി ഈ ട്രെൻഡ് ലൈൻ അതിനെ പൊക്കിക്കൊണ്ടേയിരിക്കുക. ഈ ട്രെൻഡ് ലൈന് താഴെ എപ്പോൾ ക്ലോസ് ചെയ്യുന്നു അപ്പോൾ നമുക്കിത് വിറ്റുമാറാവുന്ന രീതിയിൽ അങ്ങനെയും നമുക്ക് ഇതിലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ടാർജറ്റ് ഏകദേശം ഈ ഹൈ വരെ ഏകദേശം 100 വരെയെങ്കിലും നമുക്കിതിൽ ഒരു ടാർജറ്റ് ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഇവിടെയുടെ 100 പോയിന്റ് ഇവിടെയും വരെ ഏകദേശം ഒരു ടാർജറ്റ് വിത്ത് ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. അതായത് ഒരു റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്തു, ബ്രേക്ക് ഔട്ട് ചെയ്ത് കയറാൻ പറ്റില്ല, വീണ്ടും താഴ്ന്നു ഒരു ചെറുതായിട്ട് കറക്ഷൻ ഇങ്ങനെ ചെറുതായിട്ട് വന്നു, അത് കണ്ട് വീണ്ടും കയറാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ 72 നമുക്ക് ഇവിടെ ഒരു SL കീപ്പ് ചെയ്തുകൊണ്ട് ഇതിലൊരു ബൈ എൻട്രി പരിഗണിക്കാവുന്നതാണ്. നമ്മൾ ഇപ്പോൾ നോക്കിയത് വീക്കിലി ചാർട്ടാണ്, അത് പ്രത്യേകം ഓർമ്മിക്കുക. നമ്മൾക്ക് ഒരു മന്ത്ലി ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാലും മന്ത്ലി ക്ലോസിങ് നിൽക്കുന്നത് ഹൈ കട്ട് ചെയ്തിടല്ല, എല്ലാ പ്രാവശ്യത്തേക്കാളും ഹൈയിലാണ് ക്ലോസിങ് നിൽക്കുന്നത്. ഇവിടെ ഹൈ വന്നെങ്കിൽ കൂടിയും ഇവിടെ ഒന്നും ക്ലോസിങ് ഇല്ല. ഹൈ കാണിച്ചു താഴ്ന്നു കണ്ട, ഇവിടെ ഹൈ കണ്ടിട്ടുണ്ട്, ഇവിടെ ഹൈ കണ്ടു, പക്ഷേ ക്ലോസിങ് വന്നിട്ടില്ല. ഹൈ കാണിച്ചു നേരെ താഴ്ന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ നിൽക്കും. ഇനിയും ഏകദേശം ഈ മാസം തീരാനായിട്ട് ഒരു 5-6 ട്രേഡിംഗ് ദിവസങ്ങളും ഉണ്ട്. അതുവരെ ഇങ്ങനെ നിന്നാൽ ഇത് ഹൈയിലായിരിക്കും നിൽക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഇടുക. അപ്പോൾ ബൈ ചെയ്യുന്നതിന് മുമ്പ് ഇത് ആദ്യമേ പറയുന്നു, ബൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് മാത്രം സംസാരിച്ചതിന് ശേഷം മാത്രം ഇതൊരു ബൈ എൻട്രിക്ക് പോവുക. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസായി വീഡിയോ ആയിട്ട് മാത്രം കാണുക. ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ വശം കൂടി നമുക്ക് നോക്കാം. ഫണ്ടമെൻ്റൽ നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 130 കോടിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത്. സ്റ്റോക്ക് ഇപ്പോൾ 13.7, ROC 14, ROE 10 ഉണ്ട്. ഒരു ആവറേജ്, ഒരു അധികം മോശമല്ലാത്തതാണ് ഓവറേജ്. എന്നാൽ കൂടിയും അധികം ടോപ്പ്, വളരെ നല്ലൊരു ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയ എന്ന് പറയാൻ പറ്റില്ല, തരക്കേടില്ല എന്ന് പറയാം. 50% മാർക്ക് നമുക്ക് ഇത് വെച്ചിട്ട് കൊടുക്കാവുന്ന മാത്രം. കമ്പനി കടം ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീഡ്, കടമില്ലാത്ത കമ്പനിയുടെ. അങ്ങനെ കുറച്ച് ലാസ്റ്റ് ക്വാർട്ടറിൽ പ്രൊമോട്ടേഴ്സ് അവരെ ഹോൾഡിങ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇതിലുണ്ട്. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ
നമ്മളെ ക്വാർട്ടറിലെ റിസൾട്ട് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ വരുമാനമൊക്കെ എടുത്ത് നോക്കിയാൽ ഒരു ആവറേജിലാണ് പോകുന്നത്. ഒരു മുകളിലേക്കും അല്ല താഴത്തേലും നമുക്ക് കണ്ട 13.7 കോടി അങ്ങനെ കണ്ട അടിപൊളി അത് എത്ര വന്നിട്ടുള്ളൂ. അത് പ്രോഫിറ്റ് എടുത്താലും ഒരു കണ്ട പ്രോഫിറ്റിലൊരു വളർച്ച ഇല്ല. ഒരു നാരോ റേഞ്ചിൽ പോകുന്ന ഒരു നാരോ റേഞ്ചിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസും സെയിൽസും ഒക്കെ ക്വാർട്ടറിൽ എടുത്തു കഴിഞ്ഞാൽ ഇത്രയുമാണ് അതിൻ്റെ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഫണ്ടമെൻ്റൽ നമ്മൾ നോക്കുമ്പോൾ നല്ല വോളിയത്തോടുകൂടി കയറാനായിട്ട് അത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഒരു CLCT സെക്യൂരിറ്റീസിൻ്റെ ഒരു ചാർട്ട് പാറ്റേൺ. നല്ലൊരു ചാർട്ട് പാറ്റേൺ വന്നപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാനുള്ളൊരു സന്മനസ്സും കൂടി കാണിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.